അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെ, നമുക്ക് നല്ല സുഖം കേട്ടോ, അൽഹംദുലില്ലാ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ റേഷൻ അരിയില്ലേ, റേഷൻ അരിനെ കൊണ്ട് നമ്മളെ കണ്ണൂർ പത്തലിൻ്റെ പൊടി എങ്ങനെയെന്ന്, പൊടി ഉണ്ടാക്കാൻ വേണ്ടി, പൊടി ഉണ്ടാക്കുന്നത് മില്ലെന്നാണെങ്കിലും അത് കഴുകുന്നതും ഉണക്കുന്നതും അതിൻ്റെ അളവ് എല്ലാം കൂടി ഇന്ന് അനിയത്തി ആ പത്തലിൻ്റെ പൊടിക്ക് വേണ്ടിയിട്ട് അരി കഴുകുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് അതിൻ്റെ വീഡിയോ ചെയ്യുന്നത്. കുറേ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്തലിൻ്റെ പൊടി എങ്ങനെ ഉണ്ടാക്കൽ. നമ്മൾ കണ്ണൂർ മാട്ടൂലുള്ള ആൾക്കെല്ലാം അറിയാം, ഒരുവിധ ആൾക്കെല്ലാം. പക്ഷേ അതിന് പുറത്തുള്ള ആൾക്ക് കുറേ ആൾക്ക് അറിയില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇന്ന് അനിയത്തി എന്തായാലും പത്തൽ പൊടിക്കുന്നുണ്ട് അരി. ഞാൻ വിചാരിച്ചു എന്നാൽ അതിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് കേട്ടോ. അപ്പം പത്തൽ പൊടിക്ക് എങ്ങനെയാണ് അരി എടുക്കണ്ടേ അതും, പിന്നെ എൻ്റെ ഉമ്മാൻ്റെ ബർത്ത്ഡേ ഒക്ടോബർ 2-നാണ്. ഉമ്മ അറബി മാസം നോക്കൽ, റമദാൻ 1 അങ്ങനെ എന്തോ ആണ് ഉമ്മ. പിന്നെ നമ്മളെ കൊണ്ടൊന്ന് ബർത്ത്ഡേ ആഘോഷിക്കാനോ കേക്ക് കട്ട് ചെയ്യാനോ ഒന്നും സമ്മതിക്കില്ല. ഉമ്മക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമൊന്നതല്ലോ. പക്ഷേ നമ്മളെന്താക്കി, ഞാനിന്ന് ഇപ്പം നാട്ടിലുണ്ടല്ലോ, പിന്നെ അനിയൻ അല്ല എൻ്റെ ആങ്ങള എറണാകുളത്തെ വർക്ക് ചെയ്യുന്നു, അവനും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാവരും കൂടിയിട്ട് ഇത് ഞാനും ആങ്ങളെ അനിയത്തിയെല്ലാം കൂടി ഒരു കളിക്കുന്നെന്തോ മാജിക് കാണിച്ചിരുന്നു എൻ്റെ ആങ്ങള. അവനുണ്ടായ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. അവൻ ഇല്ലോണ്ട് പിന്നെ അങ്ങനെ വന്നതാണ്. ഉമ്മൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഉമ്മ അറിയാണ്ട് നമ്മൾ മക്കളെല്ലാവരും ഒന്നിച്ച് കൂടി. ഞാനിപ്പോൾ ഈ തറവാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എൻ്റെ ഉമ്മയും എൻ്റെ ഒരു കുഞ്ഞനിയത്തിയാണ് ഇപ്പോൾ ഉള്ളത്. മറ്റെല്ലാ മക്കളും കുറേ ദൂരെ വീടെടുത്ത് പോയിട്ടേ ഉള്ള. ഒരാൾ ഞാൻ പറഞ്ഞില്ല, ആങ്ങളെ എറണാകുളത്തെ ആങ്ങളെയും ഫാമിലിയും അവൻ്റെ വർക്കിന് വേണ്ടിയിട്ട് പോയതാണ്. പിന്നെ ഒരു അനിയത്തി പയ്യന്നൂർ, പിന്നെ ഒരു അനിയത്തി പാപ്പിനിശ്ശേരിയിൽ, അങ്ങനെ കുറേ ദൂരെന്ന്. അപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ച് കൂടാ, എന്നിട്ടൊരു കേക്ക് കട്ട് ചെയ്യുക മാത്രമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടി ഉമ്മ അറിയാണ്ട് വരുന്നതെന്ന് കേട്ടോ. അതാണ് ഉമ്മക്ക് സർപ്രൈസ്. ഉമ്മക്ക് ഭയങ്കര സന്തോഷമാണ് മക്കളെല്ലാം കൂടി ഒന്നിച്ചുണ്ടാകുന്നത്. അങ്ങനെ നമ്മൾ ആദ്യമായി പ്ലാൻ ചെയ്തിട്ട് ആങ്ങളെ വന്ന് ഉമ്മ അറിയാതെ തന്നെ. പിന്നെ നമ്മളെല്ലാവരും ഒരു ബീച്ചിൽ പോയിട്ട് എല്ലാവരും ഒന്നിച്ചായതിന് ശേഷം ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കേക്ക് കട്ട് ചെയ്ത് അവിടെ തന്നെ ഫുഡും കഴിച്ച് തിരിച്ച് വരാമെന്നുള്ള പ്ലാനാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും, പിന്നെന്താ വേണ്ടതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ ഇന്നെന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ മാടായിപ്പാറയിൽ പോയിട്ടില്ലേ, കണ്ണൂരിലുള്ളവർക്കറിയാം, മാട്ടൂരിലുള്ള ആൾക്കറിയാം മാടായിപ്പാറ. അധികാലം പോകുന്നതെന്ന് ഉച്ചയ്ക്ക് ശേഷം വന്ന ഇവിടെ ഒരു ഭയങ്കര പൂക്കളും പച്ചക്കറികളെല്ലാം ആയിട്ട് ഇപ്പോൾ ഇവിടെ പച്ചക്കറി ഫാം തുടങ്ങിയിട്ടുണ്ട്. അപ്പം നല്ല പൂക്കൾ, പച്ചക്കറികൾ, നല്ല തണുത്ത കാറ്റ് എല്ലായിട്ടൊരു പ്രത്യേക വൈബാണ് ഇവിടെ കേട്ടോ. അങ്ങനെ അനിയൻ്റെ ഭാര്യ കുറേ അപ്പം എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നലെ സോഫ്റ്റ് മധുരമുള്ള അപ്പം, വേണ്ട അടിപൊളി അപ്പോൾ. അങ്ങനെ ഞങ്ങൾ ഈ അപ്പം എല്ലാം കഴിച്ച്, അരിയുടെ അപ്പോൾ പിന്നെന്തോ ഒരു സോഫ്റ്റ് അപ്പവും കേട്ടോ മധുരമുള്ള. അങ്ങനെ അതെല്ലാം കഴിച്ച് നമ്മൾ ഈ തട്ടുകടയിലുണ്ട് ഇഷ്ടംപോലെ ഇവിടെ ഇപ്പം തുടങ്ങിയിട്ട്. അങ്ങനെ തട്ടുകടയിൽ നിന്ന് ചായയെല്ലാം വാങ്ങി കഴിച്ചിട്ട് പൂക്കളും പച്ചക്കറികളെല്ലാം നമ്മൾ കുറേ ഫോട്ടോസെല്ലാം എടുത്തിട്ട് കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു ഇന്ന് കേട്ടോ. ഇത് അരിയുടെ അപ്പോൾ ഒന്ന് ഇത് ആങ്ങളെൻ്റെ ഭാര്യ കൊണ്ടുവന്ന് തന്നെയാണ്. അങ്ങനെ കുറേ മഗ്‌രിബ് ആയതിന് ശേഷമാണ് നമ്മൾ തിരിച്ചു പോയത്. അങ്ങനെ പിന്നെ നമ്മൾ പത്തലിൻ്റെ അരി എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. ഇതുപോലത്തെ നല്ല സോഫ്റ്റ് പത്തലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷൻ അരിനെ കൊണ്ട് തന്നെ നല്ല അടിപൊളി പൊന്തി വരുന്ന ഇതുണ്ട പത്തലുണ്ടാക്കുക. അതിനിവിടെ റേഷൻ അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എത്രയും നമുക്ക് വേണ്ട അത്ര റേഷൻ അരി എടുത്തിട്ട് നന്നായി കഴുകുക. കഴുകിയതിന് ശേഷം നമ്മൾ വെള്ളം ഊറാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പ പാത്രത്തിലിട്ട് കൊടുക്കുന്നുണ്ട് അനിയത്തി. പിന്നെ നമ്മൾ എത്രയെന്ന് റേഷൻ അരി എടുത്ത് അതിൻ്റെ പകുതി പച്ചരിയും കൂടെ ഇട്ട് ഇതുപോലെ കഴുകി വെള്ളം കളഞ്ഞതിന് ശേഷം ഒരു കോട്ടൻ്റെ തുണി എന്താക്കുക, ടേബിളും മറ്റും പിരിച്ചിട്ട് നമുക്ക് ഈ അരി കഴുകി വെള്ളം കളഞ്ഞില്ലേ ആ അരി എടുത്തിട്ട് അതിലിട്ട് ഒന്നിട്ട് ചിക്കിയിട്ട് നമുക്ക് എന്താക്കുക, ഫാനിട്ട് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് സൂര്യൻ്റെ ചൂടിനൊന്നും ഇത് ഉണക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഫാനിട്ട്
മില്ലിലേക്ക് ആളെ വിളിച്ച് കഴിഞ്ഞാൽ ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ തന്നെ ആളെ അയച്ചിട്ട് എടുത്തുകൊണ്ട് പോയി ഒന്ന് പൊടിച്ചിട്ട് പെട്ടെന്ന് കൊണ്ടുത്തരും. അങ്ങനെ ആക്കിയ ചുട്ടെടുത്ത പത്തിരിയാണ്. ഇത് നോക്കിയാൽ പത്തൽ കേട്ടോ, പത്തിരിയല്ല, സൂപ്പർ സോഫ്റ്റും അതും പൊള്ളി വന്ന അടിപൊളി പത്തലും പിന്നെ ബീഫ് കറിയുമാണ് ഇന്ന്, അല്ല നമ്മൾ ചിക്കൻ കറിയാണ് ഇന്ന് ഉണ്ടാക്കിയതിന്. അടിപൊളി പത്തലാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഇത് ബർത്ത്ഡേൻ്റെ ദിവസമാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഈ നല്ല കടലക്കറി, വെളുത്ത കടലയില്ലേ കറി വെക്കുന്ന ആ കടല രാത്രി വെള്ളത്തിലിട്ട് അത് നന്നായി കഴുകിയതിന് ശേഷം സവോള, തക്കാളി, പച്ചമുളക്, പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട്, മുളക് പൊടി ഇടുന്നില്ല കേട്ടോ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, സവാളയും തക്കാളിയും പച്ചമുളകെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് കണക്കായ കടലേൻ്റെ മേൽഭാഗത്തോളം മാത്രം വെള്ളം വെച്ചിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇന്നുണ്ടാക്കുന്നത് നമ്മൾ ദോശ പോലത്തെ ഒരു അപ്പമൊന്ന്, ദോശയല്ല, അതിൻ്റെ പേര് മറിച്ചെടുത്ത അപ്പം. നിങ്ങളാരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? മാട്ടൂലിൽ അധികം ആൾക്കും അറിയാം. അതിൻ്റെ പേര് മറിച്ചെടുത്ത് ദോശ പോലെ തന്നെയാണെങ്കിലും കുറച്ച് വണ്ണമുള്ള സൈസ്, കട്ടിയിൽ കുറച്ച് കട്ടിയിലുണ്ടാക്കിയിട്ട് ഭയങ്കര ടേസ്റ്റ്. ഇതുപോലത്തെ പച്ചക്കറിൻ്റെ കൂടെയും ചിക്കൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ ദോശൻ്റെ അരി വെള്ളത്തിലിട്ട് കഴുകിയതിന് ശേഷം നമ്മളെന്താക്കും, ഈ ചോറിന് പകരം ദോശയ്ക്ക് ചോറിൽ ചേർക്കുന്ന ഇതിന് തേങ്ങയും ജീരകവും ചെറിയ ഉള്ളിയും ഉപ്പും ചേർത്ത് നന്നായി അരച്ചതിന് ശേഷം ചോറ് ചേർക്കുന്നതിൻ്റെ 1-2 ടേബിൾ സ്പൂൺ മാത്രമേ ചേർക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു ഒട്ടിപ്പിടിക്കുന്ന മാതിരി വേവാത്ത മാതിരി ഉണ്ടാവും കേട്ടോ. അങ്ങനെ അരച്ചിട്ട് ഒരു ഫ്രൈ പാനിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം നമുക്ക് ഇത് 2-3 തവി ഒഴിച്ചിട്ട് അടച്ച് വെച്ച് പിന്നെ അടിമറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ ഉണ്ടാക്കിയ അപ്പം റെഡി ആയിട്ടുണ്ട് നമുക്കിവിടെ. പിന്നെ ഉച്ചക്കേക്ക് നമ്മൾ പച്ചക്കറിയും ചോറും ഉണ്ടാക്കുന്നത്. പിന്നെ ചെമ്മീൻ കറിയിലുണ്ട് പച്ചക്കറിയും ഇത് വണ്ടയ്ക്ക് നമ്മൾ ഇന്നലെ മാടായിപ്പാറയിൽ നല്ല വെജിറ്റബിൾ ഫാം കണ്ടില്ലേ, അവിടെ നിന്ന് വാങ്ങിയതാണ്. നല്ല വലിയ വണ്ടയ്ക്കാണെങ്കിലും കൂടെ മൂക്കാത്ത നല്ല പച്ച, അല്ലെങ്കിൽ വണ്ണമുള്ള വണ്ടക്ക മൂത്തതായിരിക്കുമല്ലേ, കട്ട് ചെയ്യാൻ നല്ല പണിയല്ലേ. ഇത് നല്ല പച്ച വണ്ടയ്ക്കാന്ന് ചള്ള് കേട്ടാ, അവിടെ നിന്ന് വാങ്ങിയോണ്ട് തന്നെ കൃഷി ചെയ്യുന്നിടത്ത് തന്നെ വാങ്ങിയതാണെന്നല്ല, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. അങ്ങനെ നമ്മൾ വണ്ടക്കയും പച്ചക്കറിയും ചെമ്മീൻ കറിയും ചോറെല്ലാം കഴിച്ച്, ഈ പച്ചക്കറി ഉണ്ടാക്കുന്ന ഈ വണ്ടക്ക വറുക്കുന്നത് ഞാൻ എന്താണെന്ന് കാണിക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ, നമ്മൾ വണ്ടക്ക വറുക്കുമ്പോൾ നമ്മൾ ഉപ്പേരിയും തോരൻ എന്താ പറയില്ലേ, വറുക്കൽ എന്നാണ് നമ്മൾ പറയുന്നത്. അത് വറുക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിക്കൂലേ വണ്ടക്ക, ഈ വണ്ടക്ക ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഉമ്മ ഒരു ഐഡിയ ചെയ്യലുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു 1/4 ടീസ്പൂണ് വിനാഗിരി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്താൽ മതി. ഉപ്പ്, പച്ചമുളക്, സവാള ഇതെല്ലാം കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂണ് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. ഈ പച്ചക്കറിക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ തേങ്ങ ചേർക്കുന്നത്. അങ്ങനെ എൻ്റെ ആങ്ങള അവന് എറണാകുളത്ത് നിന്ന് വന്ന് കേട്ടാ, നല്ല ഹലുവയെല്ലാം വാങ്ങിയിട്ടുണ്ട്, അതിന് കോഴിക്കോടൻ ഹലുവ. അതന്നെ അവൻ തന്നെ കട്ട് ചെയ്തിട്ട് നമുക്കെല്ലാം പീസാക്കി തന്ന്. കട്ട് ചെയ്യാൻ നല്ല പണി, നല്ല കുറച്ച് ഹാർഡ്. നമുക്ക് അങ്ങനത്തെ ഹലുവ ഇഷ്ടം, സോഫ്റ്റ് ഇഷ്ടമല്ല, അതുകൊണ്ട്. അങ്ങനെ വെണ്ടക്ക ഉമ്മ ഇവിടെ ശരിയാക്കുന്നുണ്ട്. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച വെണ്ടക്ക ഇട്ട് കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് വെന്ത് വരുമ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി ബർത്ത്ഡേക്ക് ഉമ്മാനോട് പറഞ്ഞിട്ടില്ല. ഉമ്മാനോട് ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ബീച്ചിൽ കാണാൻ പോകുന്നുണ്ട്, ഉമ്മ വരണോന്ന് പറഞ്ഞു. വൈകുന്നേരം ആയതുകൊണ്ട് ഇല്ല ഞാൻ വരുന്നില്ല എന്നെല്ലാം പറഞ്ഞതാണ്. അങ്ങനെ ഉമ്മനെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് നോക്കുമ്പോൾ ഞങ്ങളെൻ്റെ ഭാര്യയുടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിന്. അങ്ങനെ ഉമ്മക്ക് കണ്ടിട്ട് നല്ല സന്തോഷം ഉണ്ടായിന്. മക്കളെല്ലാം കണ്ട ആ ഒരു സന്തോഷം. മറ്റ് ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുന്നൊന്നും ഇഷ്ടമില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടില്ലേ. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കേക്ക് കട്ട് ചെയ്ത് ഉമ്മാക്ക് കൊടുത്ത് നമ്മളെല്ലാവരും കഴിച്ച്. പിന്നെ എല്ലാവരും ഉണ്ടായിന്, ഉമ്മക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിന്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് ഉമ്മക്ക് എല്ലാവരും ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൊടുത്ത് അതിൻ്റെ ഒന്ന് വീഡിയോ ചെയ്തിട്ടില്ല, കാരണം വീഡിയോ ലെങ്ത്ത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും നല്ല പൊറോട്ട, ഫാം അങ്ങനെ എന്തൊക്കെയോ വാങ്ങി കഴിച്ചിട്ട് സ്ഥലം വിട്ടു.
ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാതിരി തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം. നല്ലതാണെങ്കിലും മോശമാണെങ്കിലും കമൻറ്റിലൂടെ അറിയിച്ചാൽ നമുക്ക് ശരിയാക്കാൻ പറ്റുമല്ലോ അല്ലേ. അങ്ങനെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി മറ്റൊരു നല്ല ഇതുപോലെ തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്.